നമുക്കൊരു ഡേ മൈ ലൈഫ് കണ്ടാലോ. അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഇപ്പം ടൈം ഒരു 9 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ എണീച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നതാണ്. ഇനി നമുക്ക് റൂം ഒന്ന് വൃത്തിയാക്കിയിട്ട് പുറത്തോട്ട് ഇറങ്ങാം. നമുക്കിനി ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാം, എന്നിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ നമ്മൾ ബെഡൊക്കെ വിരിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് കഴുകാനുള്ള തുണികളാണ്, അതൊന്ന് കഴുകണം. ഇവിടെയൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തോട്ട് പോവാം. അപ്പോൾ നമുക്കിനി ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാം. പുറത്തോട്ട് മീൻസ് ഇവിടെ സിറ്റ് ഔട്ടിൽ ഒന്ന് കുറച്ച് നേരം ഇരിക്കാം. 2 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ ഈവനിങ്ങിന്. അപ്പോൾ ഇവിടെയൊക്കെ അതാ ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്നേ. പിന്നെ വെയിലൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നമുക്കിനി ഫുഡ് കഴിക്കാം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാപ്പി കുടിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഇന്നലത്തെ നല്ല വറ്റിച്ച മീൻകറിയാണ് കേട്ടോ. എനിക്ക് ഈ മീൻകറിയും കൂട്ടി പുട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി നമുക്ക് ഇനി ഒന്ന് ചിക്കൻ മേടിക്കാനായിട്ട് പുറത്ത് പോയിട്ട് വരാം. ചിക്കൻ മേടിക്കാനായിട്ട് ഞാനും ഇക്കായും കൂടെയാണ് പോകുന്നത്. നമ്മളിവിടെ അടുത്തുള്ളൊരു കടയാണ്, കോരാണിയിലുള്ളതാണ്. അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്നത്. ഇതാണ് ആ ഷോപ്പ്. ചിക്കൻ മേടിച്ച് വരുന്ന വഴിക്ക് അടുത്തുള്ളൊരു കടയിൽ നമ്മൾ സവോള, തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കേണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് ഇനി ഈ ഐറ്റംസ് എല്ലാം നമുക്ക് കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കാം. അതെല്ലാം കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് എനിക്ക് ചാമ്പയ്ക്ക കൊണ്ട് തന്നത് കേട്ടോ. ചാമ്പയ്ക്ക മാങ്ങ ഉണ്ടായിരുന്നു. എനിക്ക് ചാമ്പയ്ക്ക കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. പ്രഗ്നൻ്റ് ആയൊരു 3 മാസം തൊട്ടിട്ട് ഞാൻ പറയണം, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയ പാടെ തന്നെ ഞാൻ അങ്ങനെ ചാമ്പയ്ക്കയൊക്കെ ഉപ്പും മുളക് പൊടിയൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോഴത്തേക്ക് അടുക്കളയിൽ ചിക്കൻ കറിക്കുള്ളതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 മണി ആവാറായി. അപ്പം ഞാൻ കുറച്ച് നേരം വന്ന് കിടന്നതാണ്, ഉറങ്ങിപ്പോയി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. ഉച്ചയ്ക്ക് നല്ല നെയ്ച്ചോറും പരിപ്പും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഇന്ന്. ഫുഡ് കഴിച്ച് ഞാൻ വീട്ടിൽ ഇരുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇക്കടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിൽ പോയിട്ട് എനിക്ക് നല്ല ഫ്രഷ് സിലോപ്പി മീൻ മേടിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞ് പോയതാണ്. നമുക്കിന്ന് പൊള്ളിക്കാമെന്നുള്ളൊരു പ്ലാനിൽ പോയതാണ്. നല്ല പിടയ്ക്കുന്ന മീനായിരുന്നു കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്നിട്ടും അതിനെ കൊല്ലാൻ കുറേ ടൈം എടുത്തു. പിന്നെ നമ്മൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം വെക്കണമായിരുന്നു. അപ്പോൾ ഇക്കായാണ് കേട്ടോ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചത്. മീനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് കുളിച്ച് കയറിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 6:30 മണിയായി കാണും. ഇനി നമുക്ക് ഒന്ന് ചിറയെങ്കിൽ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിനി ഒന്ന് റെഡിയാവാം. അങ്ങനെ ഞാൻ പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായി. പിന്നെ റെഡിയായി കഴിഞ്ഞു. ഇപ്പം തന്നെ നല്ല ലേറ്റായി. നമുക്കിനി പോവാനായിട്ട് നോക്കാം. വലിയടയിലുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ പോയത്. ബേബിക്ക് കുറച്ച് പ്രോഡക്റ്റൊക്കെ മേടിക്കാനാണ് പോയത്. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഉമ്മത വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് പൊള്ളിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മസാലയായിരുന്നു ഇതിൻ്റെ. നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മീനൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് അത് പൊള്ളിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചിറങ്ങിനൊക്കെ പോയിട്ട് വന്നു, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. അപ്പം എല്ലാവരും ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാം. കപ്പ വേവിച്ചതും സിലോപ്പി വാഴയിലയിൽ പൊള്ളിച്ചത്, ചിക്കൻ കറി, അങ്ങനെ എല്ലാം ആയിട്ട് ഒരു അടിപൊളി ഡിന്നറായിരുന്നു ഇന്ന്. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത്. ഇതിക്കടെ അനിയനും അനിയൻ്റെ വൈഫുമാണ്. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. മിക്ക സൺഡേസും നമ്മൾ ഒരുമിച്ച് കൂടും. ഇന്നത്തെ താരം ഈ സാധനമായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഇക്കടെ അനിയനും വൈഫും വന്നായിരുന്നല്ലോ, അപ്പോൾ അവർ പോയി. ഇപ്പോൾ 9:45 കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ആയിരുന്നു, വേറെ ഒന്നും പ്രത്യേകിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ മെഡിസിനും കഴിച്ച് ഒരു 10-15 മിനിറ്റ് ഇവിടെ ഇരിക്കും. എന്നിട്ട് ഒരു 10-10:30 തന്നെ കിടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ ബൈ.